നമ്മൾ വളരെ നിസാരമായി കാണുന്ന വളരെ ഗൗരവമുള്ള ഒരു 4 കാര്യങ്ങളുണ്ട്. നമ്മളോ നമ്മുടെ കുടുംബത്തിലുള്ള, അതായത് നമ്മുടെ ഭാര്യയോ ഭർത്താവോ മക്കളോ നമ്മുടെ വീട്ടിൽ കഴിയുന്ന, നമ്മളോടൊപ്പം കഴിയുന്ന ആരെങ്കിലും ഒരാൾ ചെയ്തതിൻ്റെ പേരിൽ ആ വീട്ടിലെ മുഴുവൻ ബറക്കത്തുകളും നശിപ്പിച്ചു കളയുന്ന ഒരു 4 കാര്യങ്ങൾ. മഹാന്മാർ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം എന്ന് എടുത്തു പറഞ്ഞ ഒരു 4 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്കൊന്ന് പഠിച്ചു വെക്കാം. നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഈ കാര്യം കേൾക്കുമ്പോൾ ചിലപ്പോൾ വളരെ നിസ്സാരമായി നമുക്ക് തോന്നും, ഇതിനായിരുന്നോ ഇത്ര വളരെ ഗൗരവത്തിൽ കണ്ടത് എന്ന്. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ ബറക്കത്ത് മുഴുവൻ ഊറ്റിക്കളയാൻ ഈ ഒരു 4 കാര്യം തന്നെ ധാരാളമാണ് എന്ന് മഹാന്മാർ അടിവരയിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സമ്പത്തിലാകട്ടെ, ആയുസ്സിലാകട്ടെ, സമാധാനത്തിലാകട്ടെ, അതുപോലെ തന്നെ സ്വസ്ഥതയിലാകട്ടെ, ഉറക്കത്തിലാകട്ടെ, ഏത് വിഷയത്തിലെടുത്തു നോക്കിയാലും ശരി, ഇതിലൊക്കെ നമുക്ക് ഭംഗം സംഭവിക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ എന്തോ ഒരു മാറ്റം വരുത്താനുണ്ട് എന്ന്. ചിലപ്പോൾ ഈ ഒരു 4 കാര്യങ്ങളായേക്കാം. അതുകൊണ്ട് തന്നെ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കളുടെ വിഷയത്തിലും അതുപോലെ നമ്മളുടെ കൂടെ കഴിയുന്നവരുടെ വിഷയത്തിലും ഈ ഒരു കാര്യം വളരെയേറെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കണ്ടേ? തലമുടി വളർത്തുന്ന ആളുകളാണ് എങ്കിൽ അതെങ്ങനെയാണ് പരിചരിക്കേണ്ടത് എന്നും നബിതങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ അത് ശ്രദ്ധിക്കാതെ ഇത്തരത്തിലാണ് ചെയ്യുന്നത് എങ്കിൽ, ഇങ്ങനെയാണ് പരിചരിക്കുന്നത് എങ്കിൽ ആ വീട്ടിൽ ബറക്കത്ത് കേടുണ്ടാകും. അയാളെ കാരണം ആ കുടുംബം മുടിയാൻ ചിലപ്പോൾ കാരണമായി തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരിൽ നമ്മയൊക്കെ ചേർത്ത് തരട്ടെ. വീഡിയോ മുഴുവനായി കേട്ടു നോക്കുക. ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതാണ്. അല്ലാഹു പകർത്താൻ ഭാഗ്യം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് നന്മകൾക്ക് അല്ലാഹു അവസരം നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ ഇറക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ ഉമ്മമാർ, സഹോദരിമാർ, സഹോദരന്മാർ, അതുപോലെ ഒരുപാട് മുഅ്മിനീങ്ങൾ കാണുന്ന സമയത്ത് ഉസ്താദെ ദുആ ഇറക്കണേ എന്ന് പറഞ്ഞ് കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുന്നവർ, അങ്ങനെ ഒരുപാട് മുഅ്മിനീങ്ങൾ. അല്ലാഹു എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്. എല്ലാവർക്കും നീ സമാധാനം നൽകണേ അല്ലാഹ്. എല്ലാവർക്കും നീ റാഹത്ത് നൽകണേ അല്ലാഹ്. മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. വിഷമങ്ങൾ തീർത്തു തരണേ അല്ലാഹ്. നിങ്ങൾ എല്ലാവരും ദുആ ഇറക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു എല്ലാവർക്കും ഖൈർ നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ നിസാരമായി കാണുന്ന ചില സംഗതികൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ ബറക്കത്തുകളും എടുത്തു കളയാറുണ്ട്. നമ്മൾ പലപ്പോഴും പരാതി പറയുന്നൊരു വിഷയമാണ്, ഉസ്താദേ ജോലിയുണ്ട്, വരുമാനം ലഭിക്കുന്നുണ്ട്, പക്ഷേ എന്തില്ല, ഈ കിട്ടുന്ന വരുമാനം കൊണ്ട് ഒരു മാസം തെള്ളി നീക്കാൻ കഴിയുന്നില്ല, ഒരു മാസത്തെ ചെലവിന് പറ്റുന്നില്ല എന്ന്. ചിലപ്പോൾ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പല ഉമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും ചിന്തിക്കുന്നത് ശരിയാണല്ലോ, ഒരു മാസം തെള്ളി നീക്കാൻ പറ്റുന്നില്ല എൻ്റെ ഈ വരുമാനം കൊണ്ട്, എന്താ കാരണം? എന്നാൽ ചെലവുകളൊക്കെ കൂട്ടി നോക്കുമ്പോൾ എനിക്ക് ഒരു മാസം ലാവിഷായി ജീവിക്കാനുള്ള വകുപ്പ് കിട്ടുന്നുണ്ട്, എന്നാലോ എവിടേക്കോ ഒരു പോരായ്മ. എന്താണ് അതിന് കാരണം? അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നല്ല ഭക്ഷണമുണ്ട് പക്ഷെ ഉറക്കം ശരിയാകുന്നില്ല, നല്ല ഭക്ഷണമുണ്ട് ഉറക്കം ശരിയാകുന്നില്ല. അല്ലെങ്കിലോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നല്ലോണം ഭക്ഷണം കഴിക്കുക ഉറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴും രോഗമാണ്. ഒന്നീ നമുക്ക് രോഗം, അല്ലെങ്കിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും രോഗം, മക്കൾക്കോ ഭാര്യയ്ക്കോ ഭർത്താവിനോ ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ എന്ത് ചെയ്യുക, രോഗം വിട്ടു മാറാത്ത അവസ്ഥ. അല്ലെ ജോലി എന്തെങ്കിലും ഒരു വിഷമം, ജോലിയിൽ ഇന്നലെ ഒരു സഹോദരൻ തമിഴ്നാട്ടിൽ നിന്ന് വിളിച്ചിട്ട് അദ്ദേഹം വിഷമം പറഞ്ഞത്, ഉസ്താദെ ചെയ്യുന്ന ഒന്നും അങ്ങോട്ട് ക്ലച്ച് പിടിക്കുന്നില്ല എന്ന. ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്നുണ്ട്, പല ബിസിനസ്സും അദ്ദേഹം പറഞ്ഞു, പക്ഷെ അതിലൊന്നും ഒരു റാഹത്ത് കിട്ടുന്നില്ല, താൻ ഉദ്ദേശിച്ചതുപോലെ മെച്ചപ്പെടുന്നില്ല എന്ന്. ഇങ്ങനെ പല വിഷമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. ചില ആളുകൾ വലിയ വീടൊക്കെ ഉണ്ടാകും, പക്ഷെ ആ വീടിൻ്റെ ഉള്ളിൽ ഭയങ്കര കച്ചറയായിരിക്കും. കച്ചറ എന്ന് പറഞ്ഞാൽ അഴുക്ക് എന്നല്ല അർത്ഥം, മറിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹമായിരിക്കും. ഭാര്യയും ഭർത്താവും തമ്മിൽ ചിലപ്പോൾ അടിയായിരിക്കും, അല്ലെങ്കിൽ മക്കളും മാതാപിതാക്കളും തമ്മിൽ വഴക്കായിരിക്കും, അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിൽ വഴക്കായിരിക്കും. ഇങ്ങനെ തുടങ്ങിയിട്ട് ആ വീടിൻ്റെ ഉള്ളിലൊരു സമാധാനം ഉണ്ടാവില്ല. ഇതൊക്കെ ബറക്കത്ത് കേടിൻ്റെ അടയാളമാണ്. അത് നമ്മളൊന്ന് പഠിച്ചു വെക്കണം. ബറക്കത്തില്ല എന്ന് പറഞ്ഞാൽ തിന്നാൻ കിട്ടാതിരിക്കുക എന്ന് മാത്രമല്ല, ബറക്കത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഭക്ഷണം കിട്ടാതിരിക്കുക എന്ന് മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വസ്ഥത നഷ്ടപ്പെടുക എന്നർത്ഥം. സാമ്പത്തികമായി സ്വസ്ഥത നഷ്ടപ്പെടുക, ശാരീരികമായി ആരോഗ്യപരമായിട്ട് സ്വസ്ഥത നഷ്ടപ്പെടുക, മാനസികപരമായിട്ട് സ്വസ്ഥത നഷ്ടപ്പെടുക, ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ബറക്കത്ത് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ എപ്പോഴും ദുആ ഇറക്കണം. വിശുദ്ധമായ ഖുർആനും അതുപോലെ മുത്തുനബി തങ്ങളുടെയൊക്കെ ഹദീസുകൾ നോക്കിയാൽ ഒരുപാട് സ്ഥലത്ത് കാണാം, ബാരിക് ലനാ, അല്ലാഹു ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്, അല്ലാഹുമ്മ ബാരിക് ലനാ, ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ബറക്കത്ത് വലിയൊരു സംഗതിയാണ്. എന്നാൽ ഞാനൊരു 4 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ 4 കാര്യങ്ങൾ നിസാരമായി നമ്മൾ കാണുന്നതാണ്, നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് എടുത്തു പോകാൻ ചിലപ്പോൾ കാരണമായി തീരും.
വളരെ ഗൗരവമുള്ള ഒരു വിഷയമായിട്ട് നമ്മൾ ആനക്കാര്യമായിട്ടൊന്നും കാണാത്തൊരു ചെറിയ നിസാരമായ സംഗതി. അതിലൊന്നാമത്തേതാണ്, നമ്മളൊക്കെ നഖം വളർത്തുന്നവരാ. നഖം വളർന്നു വരുന്നതാണ് നമ്മുടെ കയ്യിലൊക്കെ. നഖം വളർത്തുക എന്ന് പറഞ്ഞാൽ തെറ്റാണ്, നഖം വളർന്നു വരും നമ്മുടെ കയ്യിലൊക്കെ. ചില ആളുകൾ ചില നഖങ്ങൾ മാത്രം വളർത്താറുണ്ട്. ചില ആളുകളുടെ ഈ വിരലിലെ നഖം മാത്രം ഇങ്ങനെ വളർത്തി വെക്കും, ചിലർ ഈ നഖം മാത്രം, ചിലർ തള്ളവിരലിലെ നഖം മാത്രം. അത് വലിയ കറാഹത്താണ്. ചില ഇമാമിങ്ങളത് ഹറാമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒറ്റ വിരലിൽ ഇങ്ങനെ നഖം വളർത്തി വെക്കുക എന്നുള്ളത്. എന്തെങ്കിലും ജോലി ആവശ്യത്തിന് പെട്ടെന്നുള്ള ആവശ്യം, ഇപ്പോൾ ഈ മൊബൈൽ ടെക്നീഷ്യന്മാരൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, അവരുടെ ഏതെങ്കിലും ഒരു നഖം വളർത്തി വെക്കും പെട്ടെന്ന് ഈ മൊബൈലിൻ്റെ അടപ്പ് തുറക്കാനും ഒക്കെ. അത് അവരുടെ ജോലി ആവശ്യമാണ് എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യുക, ചില ആഫുകളുണ്ട് എങ്കിലും അവർക്കും ടൂൾസൊക്കെ ഉപയോഗിക്കലല്ലേ ഏറ്റവും നല്ലത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച നഖം ഒപ്പത്തിന് വെട്ടുക, വൃത്തിയായി വെട്ടി ഒതുക്കുക. എന്നാൽ ചില ആളുകൾക്കൊരു സ്വഭാവമുണ്ട്, നഖം ഇങ്ങനെ കടിക്കുക, നഖം ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യുക, പല്ലുകൊണ്ട് കടിക്കുക. ഈ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും മക്കൾക്കോ ആർക്കായിക്കൊള്ളട്ടെ വീട്ടിലുണ്ട് എങ്കിൽ ആ വീട്ടിൽ ദാരിദ്ര്യം കടന്നു വരും, ബറക്കത്ത് എടുക്കപ്പെടുന്ന ആ വീട്ടിലെ ബറക്കത്ത് എടുത്തു കളയും. അള്ളാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നശിപ്പിച്ചിട്ട് എന്ത് ചെയ്യും, അവിടെ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കും. അത് പല രൂപത്തിലുള്ള ദാരിദ്ര്യം എന്ത് ചെയ്യും, അള്ളാഹു നൽകും. ചിലപ്പോൾ സമ്പത്തിൽ മാത്രമല്ല, മാനസികമായിട്ട് അള്ളാഹു എന്ത് ചെയ്യും, ആ കുടുംബത്തിൽ വലിയ ദാരിദ്ര്യം കൊടുക്കും. അപ്പം അതുകൊണ്ട് നഖം കടിക്കുന്ന, അതായത് നഖം പല്ലുകൊണ്ട് കടിച്ചു മുറിക്കുന്ന സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മളും മാറ്റണം, നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് മാറ്റണം. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ നമ്മളോടൊപ്പം കഴിയുന്ന ആളുകൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തണം. പല ആളുകൾക്കുള്ള ദുസ്വഭാവമാണ്. ഒന്നാമത്തെ കാര്യം, അവരുടെ ജീവിതത്തിൽ വലിയ ബർക്കത്തുണ്ടാവും, അതൊരു ആത്മീയമായ ഒരു പ്രോബ്ലമാണ് എങ്കിൽ. രണ്ടാമത്തെ വേറൊരു പ്രോബ്ലം, അവരുടെ നഖത്തിൻ്റെ ഭംഗി നഷ്ടപ്പെടും. നമ്മൾ ശാരീരികമായിട്ട് ഭൗതികമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ നഖം കടിക്കുന്ന ആളുകളുടെ കൈ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ആ നഖം ഇങ്ങനെ കുഴിഞ്ഞിട്ടുണ്ടാവും. ആ വിരൽ കാണാനൊരു ഭംഗിയില്ലാത്ത ഒരു കോലക്കേടുള്ള വിരലായിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തത്, ഈ നഖത്തിൻ്റെ അടിയിലുള്ള അല്ലെങ്കിൽ നഖത്തിൻ്റെ ഇടയിലുള്ള അഴുക്കുകളൊക്കെ ഈ കടിക്കുന്ന വഴി നമ്മുടെ ഉള്ളിലേക്ക് കടക്കാനും അത് നമ്മുടെ ആന്തരിക രോഗങ്ങൾക്ക് കാരണമായി തീരും, വയറിന് അസുഖം ഉണ്ടാകാൻ കാരണമായി തീരും. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ. ഈ നഖം ഉള്ളിലേക്ക് ചെന്നാൽ അത് ദഹിക്കാതെ നമ്മുടെ ആമാശയത്തിൽ കെട്ടിക്കിടക്കുമെന്നൊക്കെ സയൻസ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭൗതികമായി നഷ്ടമാണ് നമുക്കുണ്ടാകുക, ആത്മീയപരമായിട്ട് നഷ്ടമാണ്, ഒഴിവാക്കണം. അതൊന്നാമത്തെ കാര്യം. ഇതുപോലെ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തൊരു വിഷയമാണ്, നമ്മൾ വളരെ ഗൗരവത്തിലെടുക്കാത്തൊരു വിഷയമാണ്. ചില ആളുകൾ, പ്രത്യേകിച്ച് ചില ഉമ്മമാർ, സഹോദരിമാർക്കുള്ള സ്വഭാവമാണ് മുടിത്തുമ്പ് കടിക്കുക, മുടിയുടെ തുമ്പ് കടിക്കുക. അതുപോലെ ചില ആളുകൾക്ക്, ആണുങ്ങൾക്കുള്ള സ്വഭാവമാണ് താടി പിടിച്ച് കടിക്കുക, താടിയുടെ തുമ്പ്, രോമം പിടിച്ച് കടിക്കുക. അപ്പം അതായത് രോമം പല്ലുകൊണ്ട് ചില ആളുകൾ കടിച്ചു മുറിക്കാറുണ്ട്. അത് കടിക്കുന്നത് തന്നെ കറാഹത്താണ് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നവരിൽ ബറക്കത്തെടുത്ത് കളയാൻ കാരണമായി തീരും. നമ്മൾ ശ്രദ്ധിക്കാതെ വിഷയിച്ച് വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഒരു രസത്തിന് മുടി ഇങ്ങനെ പിടിച്ചിട്ട് എന്ത് ചെയ്യും, അങ്ങനെ കടിക്കുക, പല്ലുകൊണ്ട് കടിക്കുക. അത് ജീവിതത്തിൽ കറാഹത്ത് ഉണ്ടാക്കാൻ കാരണമായി തീരും. ഈ പറഞ്ഞതുപോലെ തന്നെ അത് ഉള്ളിലേക്ക് കടന്നു പോകൽ വയറ്റിൽ ദഹനക്കേടുണ്ടാക്കാനും അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങൾക്കൊക്കെ കാരണമായി തീരും. മുടിയിലും അണുക്കളുണ്ടാകും, അത് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങാനൊക്കെ കാരണമായി തീരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. ഇതൊന്നും നമ്മൾ വളരെ ഗൗരവത്തിൽ എടുക്കാത്തൊരു വിഷയമല്ലേ, നിസ്സാരമായി കാണുന്ന കാര്യമല്ലേ. അപ്പോൾ ഈ രണ്ട് കാര്യം ശ്രദ്ധിക്കണേ ഇൻഷാ അല്ലാഹ്. ഇത് നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ചെയ്യുന്നുണ്ട് എങ്കിൽ, ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരിൽ നിന്നും അത് ഒഴിവാക്കണം, അവരിൽ നിന്നും അത് നിർത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തൊരു ഗൗരവമുള്ള വിഷയം, നമ്മൾ ശ്രദ്ധിക്കാത്തൊരു വിഷയം, നമ്മളൊക്കെ മുടി വളർത്തുന്ന ആളുകളാണ്. അധികം ആളുകൾ, ഇപ്പോൾ പുരുഷന്മാരാണെങ്കിലും നീട്ടി വളർത്തുന്നവരുണ്ട്. ആ നീട്ടി വളർത്തുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ചെവിക്കുറ്റിയുടെ താഴേക്ക് ഇറങ്ങാൻ പാടില്ല. മുത്തുനബി തങ്ങൾ സുന്നത്തായി പഠിപ്പിച്ചത് അങ്ങനെയാണ്. ചില ആളുകൾ നീട്ടി അങ്ങോട്ട് വളർത്തിയിട്ട്, പെണ്ണുങ്ങളെ പോലെ മുടി നീട്ടി വളർത്തിയിട്ട് എന്ത് ചെയ്യും, നബിതങ്ങളുടെ സുന്നത്താണെന്ന് പറയും. നബിതങ്ങളുടെ സുന്നത്ത് എങ്ങനെയാണ് ചെയ്തത്, നബിതങ്ങൾ എങ്ങനെ മുടി വളർത്തിയെന്ന് ആദ്യം പഠിക്കണം. എങ്ങനെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി വളർത്തിയിട്ട് നബിതങ്ങളുടെ സുന്നത്താണ് എന്ന് പറഞ്ഞ് മുത്തുനബിതങ്ങളുടെ മേലിലേക്ക് വെക്കണ്ട. അത് നബിതങ്ങൾ വളർത്തിയ ഒരു ശൈലിയുണ്ട്. അവിടുത്തെ മൂർധാവിൽ നിന്നും മുടി പിടിച്ചു കഴിഞ്ഞാൽ അത് അവിടുത്തെ ചെവിയുടെ ഇതിനെന്താ പറയാ നിങ്ങളുടെ നാട്ടിൽ, എനിക്കറിയില്ല, നമ്മുടെ നാട്ടിലൊക്കെ ചെവിക്കുറ്റി എന്നൊക്കെ പറയും. അപ്പോൾ അതെന്ത് ചെയ്യുക, ആ ചെവി നമ്മൾ കാത് കുത്തുന്ന സ്ഥലം ഉണ്ടല്ലോ, അത് തന്നെ, അതിൻ്റെ നേരെ എന്ത് ചെയ്യുമായിരുന്നു, കിടക്കുമായിരുന്നു എന്നാ. അതായത് ഇവിടുന്ന് ഇങ്ങനെ മുടി മൂർധാവിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ ആ മുടി വന്ന് കിടക്കുന്ന എവിടെയായിരിക്കും, അവിടുത്തെ അത്ര നീളം ഉണ്ടായിരുന്നുള്ളൂ എന്ന് ആ മുടിക്ക്. ചില ആളുകൾ ഇങ്ങനെ ഇവിടുന്ന് പിടിച്ചാൽ പോലും എന്ത് ചെയ്യും, ഉപ്പൂറ്റി വരെ ഉണ്ടാവും ചില മുടി. അങ്ങനെ ഒന്നും മുടി വളർത്താൻ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. എന്നിരുന്നാലും ഈ മുടി വളർത്തുന്ന ആണാകട്ടെ പെണ്ണാകട്ടെ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുടി വളർത്താം. അങ്ങനെ മുടി വളർത്തുമ്പോൾ ഈ മുടി നമ്മൾ എന്ത് ചെയ്യണം, അതിനൊരു അദബ് മര്യാദയൊക്കെ ഉണ്ട്, അതിനെ പരിപാലിക്കണം, അത് ചീകി ഒതുക്കണം. ചീർപ്പ് കൊണ്ട് എന്ത് ചെയ്യണം, അത് ഒതുക്കി വെക്കലൊക്കെ സുന്നത്താണ്. എന്നാൽ നിന്നുകൊണ്ട് തല ചീകാൻ പാടില്ല.
നിന്നുകൊണ്ട് തല ചെയ്യുന്നവരുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരിക, കിതാബുകൾ കാണാം. നിന്നുകൊണ്ട് മുടി ചെയ്യുക അത് പാടില്ല. കണ്ണാടിയുടെ മുമ്പിൽ അങ്ങോട്ട് ചെന്നിട്ട് എന്ത് ചെയ്യുക, അങ്ങോട്ട് ആക്ഷൻ കാണിച്ചിട്ട് ചെയ്യുക, അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ദാരിദ്ര്യം ഉണ്ടാക്കാൻ കാരണമായി തീരും. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇരുന്നിട്ടാണ് മുടി ചെയ്യേണ്ടത്. തല ചെയ്യേണ്ടത് എങ്ങനെയാ, ഇരുന്നുകൊണ്ടാണ്. ശ്രദ്ധിക്കണം ഇൻഷാ അല്ലാഹ്. ഇത് നമ്മൾ വളരെ ഗൗരവത്തിലെടുക്കാത്തൊരു വിഷയമാണ്. പെട്ടെന്ന് എവിടെയെങ്കിലും പോകാൻ ധൃതി പിടിച്ച് എന്ത് ചെയ്യും, പെട്ടെന്ന് അങ്ങോട്ട് വാരി ചീകി പോവുക. വളരെയേറെ ഗൗരവത്തിലെടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ചിലപ്പോൾ മറന്നുപോയേക്കാം. നമ്മൾ സ്ഥിരമായി ചെയ്യുന്നൊരു പരിപാടി ആയതുകൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, മറന്നുപോകും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ആ മറന്നുപോയത് അള്ളാഹു അഫ്വു ചെയ്യും. എന്നാലും മാക്സിമം ഓർത്ത് അത് ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക, അങ്ങനെ ഇരുന്നു കൊണ്ട് തന്നെ തല ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ മക്കളെ അങ്ങനെ ശീലിപ്പിക്കുക. മക്കളെ മുടി ഇപ്പം ചെറുപ്പത്തിലെ അവരെ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ അവരങ്ങനെ എന്ത് ചെയ്യുള്ളൂ, ചെയ്യുകയുള്ളൂ. ചൊട്ടയിലെ ശീലം ചുടല വരയുന്നതല്ലേ. അപ്പം അവർ ചെറുപ്പത്തിൽ അങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ അവർ അതുപോലെ തന്നെ ഇരുന്ന് തല ചെയ്യാൻ ശ്രമിക്കും. കാരണം എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തിലേക്ക് ഈ നിന്നുകൊണ്ട് തല ചെയ്യുന്ന ആളുകൾ അവർ ജീവിതത്തിൽ വീട്ടിലുണ്ട് എങ്കിൽ, നമ്മുടെ കുടുംബത്തിലുണ്ട് എങ്കിൽ എന്ത് ചെയ്യും, ആ കുടുംബത്തിൽ ഒന്നാകെ ബറക്കത്തുകേടിന് കാരണമായി തീരുമെന്ന. അള്ളാഹു നമുക്ക് ഗൗരവത്തിലെടുക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. ചിലപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതാണോ വലിയ ആനക്കാര്യമെന്ന് ചില ആളുകൾ കമൻ്റ് ഇടുന്നവരുണ്ടാവും. അവരിട്ടോട്ടെ, വിഷയമില്ല. ബറക്കത്തുകേട് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്തല്ല, കുറേ അങ്ങോട്ട് ദാരിദ്ര്യം വന്ന്, അതായത് സമ്പത്ത് നശിച്ചു പോകുക എന്ന് മാത്രമല്ല, സമാധാനം പോകൽ ദാരിദ്ര്യത്തിൽപ്പെട്ടതാണ്, ബറക്കത്തുകേടിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ മക്കൾ പിഴച്ചു പോകൽ, മക്കൾ മോശക്കാരായി പോകൽ, മക്കൾ പറഞ്ഞാൽ കേൾക്കാത്തവരാകൽ, അതുപോലെ അയൽവാസികൾ മോശക്കാരാകൽ, ഇതൊക്കെ അതിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ബറക്കത്തുകേടിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. പല രൂപത്തിൽ ബറക്കത്തുകേടുണ്ടാവും. സമാധാനമുള്ള സ്വസ്ഥതയുള്ള ജീവിതം കിട്ടണമെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാലാമതായി ഇനി ശ്രദ്ധിക്കേണ്ട ഒരു ചെറിയ വിഷയം കൂടെ ഉണ്ട്. അത് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ശ്രദ്ധിക്കണം. എന്താ ചെയ്യേണ്ടത്, നമ്മുടെ വീടും പരിസരവും ഒക്കെ നമ്മൾ വൃത്തിയാക്കി അടിച്ചു വാരി കൂട്ടിയിട്ട് ആ കച്ചറ എടുത്ത് ഒഴിവാക്കാതെ കൂട്ടി വെക്കുക. ചിലരെന്ത് ചെയ്യും, ഒന്നിച്ച് എന്ത് ചെയ്യുക, കളയാമെന്ന് കരുതിയിട്ട് ഇപ്പം ഇന്ന് അടിച്ചു വാരിയത് ഒരു മൂലയ്ക്ക് കൊണ്ട് കൂട്ടി വെക്കും, അടുത്തത് അതിൻ്റെ കൂടെ കൊണ്ടു കൂട്ടും. അങ്ങനെ എന്ത് ചെയ്യുക, കുറേ ആകുമ്പോൾ എടുത്ത് കളയാലോ എന്ന് കരുതിയിട്ട് അങ്ങനെ വെക്കും. അങ്ങനെ അടിച്ചു വാരിയെ കൂട്ടിവെക്കുന്ന, ചവറ് കൂട്ടിവെക്കുന്ന സ്ഥലങ്ങളിൽ ബറക്കത്തുകേടിന് കാരണമായി തീരും. ഇതെല്ലാം കൂടെ ചവറ് വാരിയിട്ട് പുറത്തെവിടെങ്കിലും കൊണ്ട് കൂട്ടിയിടുക, അതൊക്കെ. വീടിൻ്റെ ഉള്ളിൽ കൂട്ടിവെക്കുന്ന കാര്യം പറഞ്ഞത് കേട്ടോ. വീടിൻ്റെ ഏതെങ്കിലും ഒരു അടുക്കളയുടെ മൂലയ്ക്ക് കൊണ്ട് കൂട്ടിവെക്കുക. ഇത് ചിലപ്പോൾ എന്ത് ചെയ്യും, ചില ആളുകൾ സംശയം ചോദിക്കാറുണ്ട്, അതെ വേസ്റ്റ് ബിന്നിൽ കൊണ്ടിട്ടാലോ അല്ലേ. നമുക്ക് വീട്ടിൻ്റെ മൂലയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട്. അത് വേസ്റ്റ് ഇടാനുള്ളൊരു സ്ഥലം, വേസ്റ്റ് ഇടാനുള്ളൊരു സ്ഥലം. അതിലേക്ക് എന്ത് ചെയ്യുക, വേസ്റ്റ് കൊണ്ടിട്ടു, അത് നിറച്ചു, ഓക്കെ, അത് നിറയുമ്പോൾ കൊണ്ട് കളയാം. അതല്ല ഈ പറയുന്നത്. മറിച്ച് അടിച്ചു വാരി കൂട്ടി ഏതെങ്കിലും മൂലയ്ക്ക് കൊണ്ടുവെക്കുക, ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുവെക്കുക. അത് എന്താണ്, ബറക്കത്തുകേടുണ്ടാക്കാൻ കാരണമായി തീരും. ഇതൊക്കെ നമ്മൾ നിസ്സാരമായി കാണുന്ന ചില സംഗതികളാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്തുകേടിന് ഇത് മതിയാവും. ഈ ചെറിയ സംഗതി മതിയല്ലോ, ചെറിയ കാര്യമാണ്, ചെറിയൊരു തീപ്പൊരി മതിയല്ലോ വലിയ തീഗോളം ഉണ്ടാകാൻ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഈ വിഷയങ്ങളൊക്കെ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താൻ, ബറക്കത്തുള്ള ജീവിതമാക്കി മാറ്റാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മറ്റുള്ളവരിലേക്കും ഈ അറിവ് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ജീവിതത്തിൽ ഒരുപാട് നന്മകൾക്ക് അവസരം നൽകുമാറാകട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.